അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. അതിൻ്റെ ഉപരി മറ്റൊരു സന്തോഷം കൂടി നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞു. ആദ്യം തന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് ഉണർത്താനുണ്ട്. ആയതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുകയും മറ്റുള്ള എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് മറ്റൊരു സന്തോഷമുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞത് അബ്ദുറഹീം തിരിച്ച് നാട്ടിലേക്ക് വന്ന കാഴ്ചകളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു ദുഃഖം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ആ അബ്ദുറഹീം നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമുള്ള ചില ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് ഏറെ പ്രയാസവും ദുഃഖവും സഹിച്ചിട്ടാണ് 20 കൊല്ലത്തോളം സഹിച്ചിട്ടാണ് ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. തൻ്റെ ഉമ്മയെ കാണാനും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, അത്രയും ഒരു സന്തോഷത്തിലായിരിക്കും നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ആ സമയത്ത് ക്രൗഡൊന്നും ഉണ്ടാക്കാതെ മീഡിയക്കാരാണ് എടുത്തു പറയാനുള്ളത്. മൈക്കൊന്നും അവരുടെ വായിലേക്ക് വെച്ച് പല രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ദയവ് ചെയ്ത് ഇതൊന്ന് നിർത്തിവെക്കുക. ആ ക്രൗഡൊക്കെ കൂടിയതിന് ശേഷം അവിടെ ഉണ്ടാക്കുന്ന കുറേ അടുത്ത് ഞാൻ കണ്ടു. ആ ഒരു വീഡിയോ ക്ലിപ്പ് കുറേ സ്ഥലങ്ങളിലായിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞു. പല ആൾക്കാരും ചോദിക്കുന്നത് ഒരേ ചോദ്യം തന്നെയാണ്: അബ്ദുറഹീം എങ്ങനെയാണ് തോന്നുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെ തോന്നുന്നുണ്ട്, ഇപ്പോൾ ഹാപ്പിയാണോ? അതിങ്ങനെ തുടർന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നുള്ളത്. എല്ലായിടത്തും അബ്ദുറഹീമിന് അവർക്കൊരു ഫ്രീ എന്ന രീതിയിലൊന്നും കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നുള്ളത്. കേരള മലയാളികൾ എല്ലാവരും ഒന്നടങ്കം ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഐക്യത്തോട് നിന്നിട്ടാണ് അവർ ഫണ്ട് ശേഖരിച്ചതും അബ്ദുറഹീമിനെ ആ ഒരു തൂക്കുകയറിൽ നിന്നിട്ട് മോചിതരാക്കിയതും. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ആ അബ്ദുറഹീം തിരിച്ച് നാട്ടിലേക്ക് വന്നതിന് ശേഷം അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ്. ഇപ്പോൾ പല രീതിയിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടും പല ആൾക്കാരും ബുക്ക് ചെയ്തിട്ടുണ്ടാവും. വന്ന് ഇറങ്ങിയിട്ടില്ല, ആ ഉമ്മാൻ്റെ കൂടെ അല്പസമയം പോലും ചിലവഴിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ മീഡിയക്കാരുടെ ബുദ്ധിമുട്ടാണ്. നിങ്ങളോട് അറിയിപ്പായിട്ട് ഞാൻ പറയുന്നതാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ഇൻഷാ അല്ലാഹ് അല്പം സമയം പോട്ടെ, അതിനുശേഷം മറ്റ് വിശേഷണങ്ങളൊക്കെ പറയും അബ്ദുറഹീം തന്നെ. ഓക്കെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഇസ്സത്തും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു സന്തോഷവേളയിൽ, ഈ ഒരു പെരുന്നാളിൻ്റെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു കുടുംബത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് ചില ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്രത്തോളം വീഡിയോകൾ എടുക്കുന്നുണ്ട്, എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഇതിനുശേഷമുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം അത്രയും സന്തോഷം തോന്നിപ്പോയി. അതായത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തുള്ള അവരുടെ ദൃശ്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. അതായത് ലോങ്ങിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് അതൊക്കെ. അതൊക്കെ കാണുമ്പോൾ വളരെ ദുഃഖം തോന്നിപ്പോയി. അബ്ദുറഹീമിനെ കാണുമ്പോൾ എത്രയോ കൊല്ലമായില്ലേ നാട്ടിലേക്ക് തിരിച്ചു വരാതെ. അപ്പോൾ വളരെ സന്തോഷം തോന്നിപ്പോയി. അത് കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാരണമെന്ന് പറയുന്നത്, ഈ വീഡിയോക്കാരുടെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഏതായിട്ടും ഇന്നത്തെ ദിവസത്തിൻ്റെ ഈദ് മുബാറക്ക് എന്ന് അറിയിച്ചുകൊണ്ട്, ആശംസ അറിയിച്ചുകൊണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മാത്രമല്ല, വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം 65,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്കിത് നേടാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മുടെ കണ്ടൻറ്റ് നോക്കിയിട്ടാണ് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളത് പതിവായിട്ട്. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. ഞാനിവിടെയും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഈ അടുത്തായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യും ഇങ്ങനെയൊന്നും പറയാറില്ല. നിങ്ങൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷം. ഞാൻ ഈ ഒരു വീഡിയോ വെച്ച് വേണ്ടി ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിറഞ്ഞ കണ്ണുകളോടുകൂടി, സന്തോഷാശ്രുക്കളോടുകൂടി റഹീം ഇതാ നമ്മുടെ ഫ്രെയിമിലേക്ക് കടന്നു വരുന്നു. ഈ തണുത്തു പെയ്യുന്ന മഴയിൽ ഈ മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. മോച്ചയെ കണ്ടു. എല്ലാവർക്കും കൈവീശി അഭിവാദ്യം അർപ്പിക്കുകയാണ് അബ്ദുൾ റഹീം തിരികെ നാട്ടിലേക്ക് മടങ്ങിയിട്ടിരിക്കുന്നു. തിരികെ നാടിന്റെ പച്ചപ്പിലേക്ക്, സ്നേഹത്തിന്റെ പച്ചപ്പിലേക്ക്, മലയാളിയുടെ സ്നേഹത്തിന്റെ തണുപ്പിലേക്ക് പ്രിയപ്പെട്ട അബ്ദുൾ റഹീം എത്തുന്നു. ഇപ്പോൾ സമീർ MLA കൂടി നിലവിലുണ്ട്. പ്രേക്ഷകർക്ക് കാണാം ദൃശ്യങ്ങളിൽ. തന്നെ കാത്തിരിക്കുന്ന മലയാളികളുടെ സ്നേഹത്തിലേക്ക് അബ്ദുൾ റഹീം ഇതാ പറന്നിറങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൈകാരികമായ നിമിഷമാണ്. സന്തോഷത്തിനപ്പുറം നമ്മൾ കാത്തിരുന്ന നിമിഷമാണ്. എല്ലാവരോടും നന്ദി. കഴിഞ്ഞോട് പഠിപ്പിക്കൽ ഒരുപാട് കാത്തിരുന്ന നിമിഷമാണ് ഉമ്മ. വർഷങ്ങൾ കാത്തു കിട്ടിയില്ല. ആ ഒരു സന്തോഷമേ പറയാനുള്ള വാക്ക് കിട്ടില്ല.
അത്രയും ത്യാഗം സഹിച്ചിട്ട്